ആകാശവാണി. പാതിരിയുടെ വേഷം. നാടകം. രചന അരുൺ നായർ. ശബ്ദം നൽകുന്നവർ GS മഹേഷ് കുമാർ, മിഥുന നെവിൽ. സംവിധാനം റൂബി ബാബു. ഇല്ല, എനിക്കൊന്നും പറയാനില്ല. ഞാൻ പോകുന്നു. ഇരിക്കൂ. എന്തായാലും വന്നതല്ലേ. എന്റെ ഈ ഒരു മണിക്കൂർ നിങ്ങൾക്കുള്ളതാണ്. ഡോക്ടറുടെ ഫീസ് ഞാൻ തന്നേക്കാം. അതെന്തായാലും തരണം. അപ്പോൾ പിന്നെ അതിനെന്തെങ്കിലും പ്രയോജനം ഉണ്ടാക്കരുതോ? പണം വെറുതെ കളയണ്ട. ഇരിക്കൂ. എന്തിന്? ഇങ്ങനെ മിണ്ടാതിരുന്ന് സമയം പാഴാക്കാനോ? മിണ്ടേണ്ടത് നിങ്ങളാണ്, ഒരു പേഷ്യന്റ് എന്ന നിലയ്ക്ക്. ഞാൻ അതിനായി കാത്തിരിക്കുന്നു. നിങ്ങൾ തുടങ്ങി വെച്ചാൽ ഇത് മുന്നോട്ട് പോകൂ. എന്തായാലും ഇത്രയിടം വന്നു. ഈ മുറിയിലാണെങ്കിൽ നല്ല സുഖമുണ്ട്. AC-യുടെ തണുപ്പും ഒക്കെയായി. പുറത്ത് നല്ല ചൂടും. ഒരു മണിക്കൂർ സുഖമായി ഇവിടെ ഇരിക്കൂ. ഞാൻ വേണമെങ്കിൽ TV ഓൺ ചെയ്യാം. TV എന്റെ വീട്ടിലും ഉണ്ട്. ആയിക്കോട്ടെ, എങ്കിലും ഇരിക്കൂ. കമോൺ. പക്ഷെ എനിക്കൊന്നും എന്നോട് പറയാനില്ല. അത് കുഴപ്പമില്ല. നമുക്ക് അല്പ സംഗീതം കേൾക്കാം. ഓക്കേ? ഇന്ന് നമ്മുടെ കൂടിക്കാഴ്ചയുടെ 2-ാം ദിവസം. ഇനി വരില്ല എന്ന് പറഞ്ഞാണ് നിങ്ങൾ കഴിഞ്ഞ തവണ പോയത്. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. നിങ്ങൾ എന്തുകൊണ്ട് ഈ സൈക്യാട്രിസ്റ്റിന്റെ മുറിയിൽ തിരികെ വന്നു? ഒരുപക്ഷെ ഈ മുറിയിലെ AC-യുടെ തണുപ്പ് എനിക്കിഷ്ടമായതുകൊണ്ട്. പിന്നെ നിങ്ങൾ അന്ന് കേൾപ്പിച്ച സംഗീതവും എനിക്കിഷ്ടമായി. അതുകൊണ്ട് നിങ്ങളുടെ ഈ മണിക്കൂർ ഞാൻ വിലയ്ക്ക് വാങ്ങുന്നു. ഈ തണുപ്പത്ത് ആ സംഗീതവും കേട്ടിരിക്കുന്നു. നിങ്ങൾക്കതുകൊണ്ട് നഷ്ടമില്ല. ഇല്ല. ഡോക്ടർമാർക്ക് അവരുടെ ഫീസാണല്ലോ പ്രധാനം. അതും. എങ്കിൽ ആ സംഗീതം ഒന്ന് കേൾപ്പിക്കാമോ? പിന്നെന്താ. എനിക്ക് സംഗീതം ഇഷ്ടമായിരുന്നു. ആയിരുന്നു. ഇപ്പോഴല്ലേ? ഇപ്പോൾ എനിക്കൊന്നും ഇഷ്ടമല്ല. അതെന്തു പറ്റി? എന്നോടൊന്നും ചോദിക്കരുത്. ഇല്ല. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ സംഗീതം വീണ്ടും ആസ്വദിക്കുന്നത്. എൻ്റെ ഒരുപാട് പഴയകാല ഇഷ്ടങ്ങൾ എന്നെ വിട്ടുപോയി. തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചില്ലേ? മരണപ്പെട്ടവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? ആരാ മരണപ്പെട്ടത്? എല്ലാവരും. എല്ലാവരും? എല്ലാവരുമല്ല, എൻ്റെ അമ്മ. ഓ, അമ്മ എങ്ങനെ മരിച്ചു? എൻ്റെ അമ്മ എന്തിനു മരിച്ചു? മ്യൂസിക്കിന്റെ ഒച്ച കൂട്ടു. നോക്കൂ, എന്തായാലും
നമ്മൾ ഒരുമിച്ചൊരു മുറിയിൽ സമയം ചെലവഴിക്കുന്നു. എങ്കിൽ പിന്നെ നമുക്ക് സംസാരിക്കരുതോ? താല്പര്യമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ സംസാരിക്കാനല്ല വരുന്നത്. എനിക്കിങ്ങനെ ഇരുന്നാൽ മതി. ഇന്നെന്താ മ്യൂസിക് വെക്കാത്തത്? മ്യൂസിക് പ്ലെയർ കേടായിരിക്കുക. കള്ളം. അല്ല, സത്യമായും. എങ്കിൽ ഞാൻ പോകുന്നു. വെയിറ്റ്, നിങ്ങളെക്കുറിച്ച് എന്നോട് സംസാരിക്കൂ. സംഗീതം കേൾപ്പിക്കൂ, എങ്കിൽ ഞാൻ സംസാരിക്കാം. ഇന്ന് സംഗീതമില്ലാതെ ഒന്ന് ശ്രമിച്ചാലോ? പറ്റില്ല, അത് വേണം. അതുണ്ടെങ്കിൽ സംസാരിക്കുമോ? നോക്കാം. പോരാ, എനിക്കുറപ്പ് തരണം. എങ്കിൽ ഞാനത് നന്നാക്കിക്കാം. പ്രോമിസ്? നോക്കാം. എങ്കിൽ നിങ്ങളത് ചെയ്യൂ, എന്നിട്ട് ഞാൻ വരാം. ബൈ. നിങ്ങൾ എങ്ങനെയാണ് ഒരു രോഗിയെ ഭേദമാക്കുന്നത്? ഇവിടെ വരുന്നവർ രോഗികളല്ല. അവർക്കുള്ളത് രോഗമല്ല. ഞാനതിനെ അനിശ്ചിതാവസ്ഥ എന്നാണ് വിളിക്കുക. കൺഫ്യൂഷൻ. ഞാൻ 3 കാര്യങ്ങളാണ് പ്രധാനമായി ചെയ്യുന്നത്. 1, അവരെ സംസാരിപ്പിച്ച് എന്താണ് അവരുടെ കൺഫ്യൂഷൻ എന്ന് മനസ്സിലാക്കും. 2, പിന്നെ അവരോട് സംസാരിച്ച് ആ കൺഫ്യൂഷന് എന്താണ് കാരണമെന്ന് കണ്ടെത്താൻ ശ്രമിക്കും. ഒടുവിൽ അത് പരിഹരിക്കാൻ എന്ത് ചെയ്യാം എന്നുള്ളതിന് ചില സജഷൻസ് കൊടുക്കും. അത്രയുള്ളൂ. എന്റെ മുമ്പിൽ രോഗവും രോഗിയുമില്ല. പ്രശ്നങ്ങൾ മാത്രം. പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ മരുന്ന്? ഏറ്റവും ആവശ്യമുള്ളപ്പോൾ മാത്രം. അതും ഏറ്റവും കുറഞ്ഞ അളവ്. മനുഷ്യന്റെ മനസ്സിന്റെ പ്രശ്നങ്ങളിലേറിയ പങ്കും സംസാരത്തിലൂടെ, സംഭാഷണത്തിലൂടെ പരിഹരിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ. പിന്നെന്തിനാ ഞാൻ നിങ്ങളെ കാണാൻ വീണ്ടും വന്നത്? അത് നിങ്ങൾ പറയൂ. നിർബന്ധിച്ചു. ആര്? അത് ചോദിക്കണ്ട. ഓക്കെ. നിങ്ങൾ എന്തുകൊണ്ടൊരു സൈക്യാട്രിസ്റ്റായി? നോക്കൂ, നമ്മൾ തമ്മിലുള്ള ബന്ധം ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുക എന്നുള്ളതാണ്. അതും താങ്കളെക്കുറിച്ച്. മറിച്ചുള്ളത് സമയം പാഴാക്കലാവും. എന്റെ ഈ തെറാപ്പിക്ക് വേണ്ടി ഞാൻ നിങ്ങൾ ആവശ്യപ്പെട്ട പണം തരുന്നുണ്ട്. അപ്പോൾ ഈ സമയം ഞാൻ എന്റെ ഇഷ്ടത്തിന് ഉപയോഗിക്കും. ഓക്കെ. എങ്കിൽ പറയൂ, എന്തിന് നിങ്ങളൊരു സൈക്യാട്രിസ്റ്റായി? മനുഷ്യ മനസ്സുകളെ ആഴത്തിൽ അപഗ്രഥിക്കാനുള്ള തീവ്രമായ വാഞ്ചയുടെ... എന്റെ അച്ഛൻ ഒരു സൈക്കാട്രിസ്റ്റ് ആയിരുന്നു. അത് പറ. അച്ഛൻ നിർബന്ധിച്ചോ? എനിക്കറിയാം. അച്ഛന്മാർ നിർബന്ധിക്കും. മ്യൂസിക് കേൾപ്പിക്കടോ. നിങ്ങൾ എന്തുകൊണ്ട് ഈ വേഷത്തിലിരിക്കുന്നു? മനസ്സിലായില്ല. നിങ്ങൾ ഡോക്ടറല്ലേ? അതെ. അപ്പൊ പിന്നെ ഒരു ഓവർകോട്ട് വേണ്ടേ? വെള്ള. ഞാനങ്ങനെ കോട്ടൊന്നും ധരിക്കാറില്ല. വേണം. അതുണ്ടെങ്കിലേ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിയൂ. എന്നെ താങ്കളുടെ സുഹൃത്തായി കാണുക. സുഹൃത്തിനോട് സംസാരിക്കാൻ എന്തിനാ യൂണിഫോമൊക്കെ? എനിക്ക് സുഹൃത്തുക്കളില്ല. സൗഹൃദങ്ങളിൽ താല്പര്യവുമില്ല. ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഡോക്ടറോട് സംസാരിക്കാനാണ്. നിങ്ങൾ അതാണെന്ന് തോന്നിപ്പിക്കൂ. എങ്കിൽ അടുത്ത തവണ ഞാൻ ചിലപ്പോ വന്നില്ലെങ്കിലോ?
കോട്ട് പണ്ടൊരെണ്ണം ഉണ്ടായിരുന്നു, വർഷങ്ങളായി ഉപയോഗിച്ചിട്ട്. തപ്പിയെടുക്കണം. നിങ്ങൾക്ക് നിർബന്ധമാണോ? ആണ്, അത് വേണം. അകത്തെ മുറിയിലൊന്ന് നോക്കട്ടെ. ചിലപ്പോൾ അലമാരയിൽ കണ്ടേക്കും. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ശരി, വേഗം വരണം. ആ, ദാ കിട്ടി. നിങ്ങൾ പറഞ്ഞിട്ട് ഞാനിത് ഇട്ടില്ല എന്ന് വേണ്ട. കുറച്ച് ഇറുക്കമായി. ഞാനൊരു പരാജയമാണ്. എന്നാര് പറഞ്ഞു? എൻ്റെ അച്ഛന് എന്നെ നന്നായി അറിയാം. നിങ്ങളുടെ വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്? എന്തിനാ വേറെ ആരെങ്കിലും? എൻ്റെ അച്ഛനുണ്ടല്ലോ. അമ്മ മരിച്ചുപോയി. എങ്കിൽ നിങ്ങളുടെ അമ്മയെക്കുറിച്ച് പറയൂ. എന്തിനാ അമ്മയെക്കുറിച്ച്? അമ്മ മരിച്ചുപോയില്ലേ? മരിച്ചവർക്ക് രോഗം വരില്ലല്ലോ. നിങ്ങൾ എന്തൊക്കെയായി ചോദിക്കുന്നത്? നോക്കൂ, എനിക്ക് ജീവിതത്തിൽ സന്തോഷമില്ല. നിങ്ങൾ സന്തുഷ്ടനാണോ? ഞാൻ സന്തോഷം അനുഭവിക്കാറുണ്ട്. നിങ്ങളെപ്പോലെ എന്നെ കാണാൻ വരുന്നവരെ എനിക്ക് സഹായിക്കാൻ കഴിയുമ്പോൾ, അവർക്ക് ഞാൻ കാരണം ആശ്വാസം കിട്ടുമ്പോൾ, അവർക്ക് നഷ്ടപ്പെട്ടു പോയ സന്തോഷം വീണ്ടെടുക്കുമ്പോൾ, അപ്പോഴൊക്കെ ഞാൻ സന്തോഷിക്കാറുണ്ട്. അഭിനന്ദനങ്ങൾ. എന്റെ ജീവിതത്തിൽ സന്തോഷവും സംഗീതവുമില്ല. ഇത് രണ്ടും എനിക്കെന്റെ അമ്മയായിരുന്നു. അമ്മ എങ്ങനെയാണ്? എങ്ങനെയെന്നത് പ്രസക്തമല്ല. എന്തിന്? അതിന് പക്ഷേ ഉത്തരവില്ല. അന്വേഷിച്ചു, കിട്ടിയില്ല. ജീവിതത്തിൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. എന്റെ അമ്മ മരിക്കാൻ പാടില്ലായിരുന്നു. അതിനുള്ള സമയമായിട്ടില്ലായിരുന്നു. സമയത്തിന് മുൻപേയുള്ള മരണം, അതിലും വലിയൊരു ദുരന്തമില്ല. നല്ലവളായിരുന്നു എന്റെ അമ്മ. നല്ല അമ്മ. അമ്മയുടെ താരാട്ടായിരുന്നു എന്റെ ജീവിതത്തിലെ ആദ്യത്തെ സംഗീതം. അവസാനത്തേത് അവരുടെ അവസാന ശ്വാസത്തിന്റെ ഒച്ചയും. എന്റെ മടിയിൽ കിടന്നാണ് എന്റെ അമ്മ. ഞാൻ അമ്മയെ മെല്ലെ തലോടിക്കൊണ്ടേയിരുന്നു. പലരും എന്നോട് പറയാറുണ്ട് അവരുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിയെന്ന്. ഞാനതിൽ വിശ്വസിക്കുന്നില്ല. തെറ്റാത്ത താളമാണ് ജീവിതത്തിൻ്റേത്. അത് പ്രകൃതിയുടെ താളമാണ്, ഒരിക്കലും തെറ്റില്ല. പക്ഷെ ആ താളം ചിലപ്പോൾ മാറും. തെറ്റുകയല്ല, മാറുകയാണ്. ആ മാറ്റത്തെ
അങ്ങനെ മാറിവരുന്ന പുതിയ താളത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നതും കഴിയാതിരിക്കുന്നതും നമ്മുടെ മനസ്സിൻ്റെ സന്തുലിതാവസ്ഥയെ സ്വാധീനിക്കുന്നു, നിർണയിക്കുന്നു. നിങ്ങളുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയേണ്ടത് എപ്പോഴാണ്, എന്തുകൊണ്ടാണ് ആ മാറ്റം വന്നതെന്നാണ്. അതറിഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. ഒന്നുകിൽ ആ പഴയ താളത്തെ തിരിച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ മാറി വന്ന പുതിയ താളവുമായി മനസ്സിനെ പൊരുത്തപ്പെടുത്താൻ ശ്രമിക്കുക. ഇതാ, ഞാൻ കുറച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അടുത്ത തവണ വരുമ്പോൾ നല്ലപോലെ ആലോചിച്ച് അവയ്ക്കുള്ള സത്യസന്ധമായ ഉത്തരങ്ങൾ എഴുതിക്കൊണ്ട് വരണം. നിങ്ങളെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനാണിത്. ഇതൊരു താക്കോലാണ്. നിങ്ങളുടെ മനസ്സിനെ തുറക്കാൻ അതെന്നെ സഹായിക്കും. തുറന്നു കിട്ടിയാൽ പിന്നെ എളുപ്പമാണ്. ഞാനെന്താ കൊച്ചുകുട്ടിയാണോ ഹോംവർക്ക് ചെയ്തുകൊണ്ട് വരാൻ? നിങ്ങൾക്ക് എന്തിനാണ് ഭയം? ഭയമോ? ആര് പറഞ്ഞു? നിങ്ങൾ തന്നെ. എപ്പോ പറഞ്ഞു? അങ്ങനെ ഞാൻ മനസ്സിലാക്കി. പറയൂ, എന്തിനാണ് ഭയം? എനിക്ക് ഭയമൊന്നുമില്ല. എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത്? ശരി, എങ്കിൽ എന്തിനെയാണ്, അല്ലെങ്കിൽ ആരെയാണ് ഭയം? അറിയില്ല. എനിക്ക് ഭയമില്ല. ഇല്ല, ഭയമില്ലെന്ന് പറഞ്ഞല്ലോ. ഓക്കെ 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 ഭയം ശക്തമായൊരു വികാരമാണ്. നമ്മുടെ മനസ്സിൻ്റെ താളത്തെ മാറ്റിമറിക്കാൻ കഴിയുന്നത്ര ശക്തം. ചില ഭയങ്ങൾ നൈമിഷികവും ചിലത് ശാശ്വതവുമാണ്. രണ്ടും അപകടകാരികൾ. ചിലപ്പോഴൊക്കെ നമ്മുടെ ഭയം നമ്മുടെ മനസ്സിനെ പൂർണ്ണമായും കീഴ്പ്പെടുത്തും, അതിൻ്റെ താളത്തെ മാറ്റിക്കളയും. പക്ഷേ അതേ ഭയത്തെ നമ്മൾ തന്നെ എതിരിട്ട് തോൽപ്പിച്ചാൽ അതാണ് മനസ്സിൻ്റെ ഏറ്റവും വലിയ ശക്തി. ശക്തമായ മനസ്സിൻ്റെ താളം പിന്നെ ഒരിക്കലും മാറില്ല. നിങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന ഭയത്തിൽ നിന്നും പുറത്തു വരണം. ഞാൻ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഞാൻ പോകുന്നു. ആഹാ, വരൂ. ഇടയ്ക്ക് കുറച്ചുനാൾ കണ്ടില്ല. അതോ, നിങ്ങൾ മിടുക്കനായ ഒരു ഡോക്ടറാണ്. എന്റെ പ്രശ്നങ്ങളെല്ലാം മാറി. റിയലി ഗുഡ്. പിന്നെ ഞാൻ തന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിച്ചോ? കണ്ടുപിടിച്ചു. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എന്റെ എല്ലാ പ്രശ്നങ്ങളും തീർത്തു. നന്നായി. ആ വിശ്വാസം മുറുകെ പിടിക്കുക, വിട്ടുകളയരുത്. ഒരിക്കലുമില്ല. ആ മ്യൂസിക് ഒന്ന് വയ്ക്കാമോ? തീർച്ചയായും. എന്റെ പ്രശ്നം എന്തായിരുന്നു എന്ന് നിങ്ങൾ ചോദിച്ചില്ല. നിങ്ങൾ തന്നെ പറയട്ടെ എന്ന് കരുതി. എന്നാലും ചോദിക്കണ്ടേ? നിങ്ങൾ എന്റെ സുഹൃത്താണെന്നല്ലേ പറഞ്ഞത്? ഞാനൊന്നും ഫോഴ്സ് ചെയ്യാറില്ല. എന്തായാലും പറയൂ. എന്റെ കഥ നിങ്ങൾക്ക് കേൾക്കണ്ടേ? അത് കേൾപ്പിക്കാനാണ് ഞാൻ വന്നത്. കാരണം നിങ്ങൾ എന്നെ സഹായിച്ചു, എന്റെ ഭയത്തെ നേരിടാൻ, എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. നമ്മുടെ ഭയത്തെ നമ്മൾ എതിരിട്ട് തോൽപ്പിക്കണം എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അവിടെ നിന്നാണ് എനിക്ക് ധൈര്യം കിട്ടിയത്. ഞാൻ എന്റെ ഭയത്തെ നേരിട്ടു, തോൽപ്പിച്ചു. ഞാനിപ്പോൾ ഫ്രീ ആയി. എന്റെ കഥ. ഞാൻ ഒരനാഥയായിരുന്നു. ഒരനാഥാലയത്തിലായിരുന്നു 4 വയസ്സുവരെ. അവിടെ നിന്നാണ് എൻ്റെ അച്ഛനും അമ്മയും
അല്ലെങ്കിൽ വളർത്തച്ഛനും വളർത്തമ്മയും എന്നെ ദത്തെടുത്തത്. വീട്ടിൽ ഞങ്ങൾ 3 പേർ മാത്രം. എന്നെ വലിയ സ്നേഹമായിരുന്നു 2 പേർക്കും, പ്രത്യേകിച്ച് അമ്മയ്ക്ക്. അമ്മ എനിക്ക് നിറയെ വാത്സല്യം തന്നു. വർഷങ്ങൾ പോയി. 14-ാം വയസ്സിൽ എന്റെ ജീവിതത്തിലെ സുപ്രധാന ഒരു ഘട്ടം വന്നു. അന്ന് അമ്മ കൂടെ തന്നെ നിന്നു. അതിനുശേഷം മെല്ലെ കാര്യങ്ങൾ മാറി തുടങ്ങി. എന്റെ വളർത്തച്ഛന് എന്റെ മേലുള്ള ശ്രദ്ധ കൂടി. അയാൾക്ക് ഞാൻ എപ്പോഴും അടുത്തു വേണം. അതിനുവേണ്ടി എന്റെ പഠിത്തം വരെ നിർത്തിച്ചു. അന്നെനിക്ക് മനസ്സിലായ കാര്യമാണ്, എന്റെ അമ്മയ്ക്ക് അയാളെ വലിയ പേടിയായിരുന്നു, ഭയം. മെല്ലെ മെല്ലെ ഞാനും അയാളെ ഭയപ്പെട്ടു തുടങ്ങി. നിങ്ങൾ അന്ന് പറഞ്ഞ ഭയം, അയാളുടെ നോട്ടം, സ്പർശം. ഒടുവിൽ ഒരു ദിവസം എന്ത് സംഭവിച്ചു? ഒരു പെണ്ണ് ഏറ്റവും ഭയക്കുന്നത്, അതും അവൾ അച്ഛന്റെ സ്ഥാനത്ത് കണ്ട ഒരാളിൽ നിന്നും. അന്ന് ഞാൻ തകർന്നതുപോലെ ഒരിക്കലും തകർന്നിട്ടില്ല. അമ്മയ്ക്ക് അയാളെ ഭയമായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതൊന്നും അമ്മ ഉൾക്കൊണ്ടില്ല. ഡിനയലിലായിരുന്നു അവർ. അയാളുടെ ഉപദ്രവം തുടർന്നുകൊണ്ടേയിരുന്നു. എനിക്കത് പറയാൻ വേറെ ആരുമില്ലായിരുന്നു. ഒടുവിൽ ഒരു ദിവസം സഹിക്കവയ്യാതെ ഞാൻ എന്റെ കൈത്തണ്ടയിൽ കത്തിവെച്ചു. അന്നമ്മ പ്രതികരിച്ചു. അന്നമ്മ മരിച്ചു. അയാൾക്ക് ഒന്ന് കാലുയർത്തി തൊഴിക്കേണ്ടിയേ വന്നുള്ളൂ. ഞാൻ മരിക്കേണ്ട ദിവസം അമ്മ മരിച്ചു. എന്റെ മടിയിൽ കിടന്ന്. നിങ്ങൾ പോലീസിൽ പരാതിപ്പെട്ടില്ലേ? അയാൾ ഒരു പോലീസുകാരനായിരുന്നു. അയാളുടെ കയ്യില് തോക്കുണ്ടായിരുന്നു. അയാൾ എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ക്രമേണ ഞാൻ ആരോടും ഒന്നും മിണ്ടാതെയായി. മുറിക്ക് പുറത്തിറങ്ങാതെയായി. ജനലെല്ലാം അടച്ചിട്ട് ഇരുട്ടത്തിരിക്കും. എന്റെ ജീവിതത്തെ ഇരുട്ടിലാക്കി. അയാൾ എന്റെ അടുത്ത് വരാതിരിക്കാനായി ഞാൻ കുളിക്കാതായിരുന്നു. എന്നിട്ടും അയാൾ വന്നു, എന്നെ ഉപദ്രവിച്ചു, വേദനിപ്പിച്ചു, നിയന്ത്രിച്ചു. ഭയം ഒരു ആവരണം പോലെ എന്നെ മൂടി. ഞാനൊരു മനോരോഗിയായി മാറുകയാണെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോഴാണ് ഒരു മാസികയിൽ നിങ്ങളെപ്പറ്റിയുള്ള ലേഖനം കാണാനിടയായത്. എനിക്ക് നിങ്ങളെ കാണണമെന്ന് തോന്നി. നന്നായി. എന്നിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറിയെന്ന് പറഞ്ഞു. അതെങ്ങനെ? നിങ്ങൾ എനിക്ക് വഴി കാണിച്ചു തന്നു. നിങ്ങൾ ഭയത്തെപ്പറ്റിയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, അത് എന്നെ നല്ലതുപോലെ ചിന്തിപ്പിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കുറേ ആലോചിച്ചു. ഒടുവിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ വളർത്തച്ഛനെ കൊന്നു. ഇന്ന് എൻ്റെ പ്രശ്നങ്ങൾ തീർന്നു. ഞാൻ പറഞ്ഞോ? കൊല്ലാനോ? പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു. അതല്ലേ അയാളുടെ തോക്കെടുത്ത് അയാളെ വെടിവെക്കാൻ എനിക്ക് ധൈര്യം തന്നത്? കൃത്യം തലയ്ക്ക് തന്നെ കൊണ്ടു.
അവിടെയൊക്കെ അയാളുടെ തലച്ചോറും രക്തവും. ഗോഡ് ഗോഡ്. താങ്ക് യു കേട്ടോ. തോക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ. നോക്കൂ, കണ്ടോ? നിങ്ങൾ മിടുക്കനായ ഒരു ഡോക്ടറാണ്. ആ തോക്കൊന്ന് മാറ്റി പിടിക്കൂ. എന്താ? അല്ല, അച്ഛൻ മരിച്ചു എന്ന് ഉറപ്പാണോ? പിന്നെ ഞാൻ പറഞ്ഞില്ലേ, തലച്ചോറൊക്കെ പുറത്തു വന്നു. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാ വന്നത് കേട്ടോ. നിങ്ങൾ പോകൂ, എനിക്ക് അല്പം ഏകാന്തത വേണം. നിങ്ങൾ എന്താ വല്ലാതിരിക്കുന്നത്? സന്തോഷിക്കല്ലേ വേണ്ടത്? നിങ്ങളല്ലേ പറഞ്ഞത് എനിക്ക് ഭേദമാവുമ്പോ, എന്റെ പ്രശ്നങ്ങൾ തീരുമ്പോ നിങ്ങൾക്ക് സന്തോഷാവൂന്ന്. സന്തോഷിക്കൂന്നേ. ആ തോക്ക്, അതെ, എനിക്ക് സന്തോഷമാണ്. നിങ്ങൾ ഇന്ന് ഫീസ് തരണ്ട, പൊയ്ക്കോളൂ. എന്നാ ശരി ശരി ഡോക്ടർ, ഞാൻ പോകുന്നു. പിന്നെ ഒരു സൈക്കാട്രിസ്റ്റ് പാതിരിയെ പോലെയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. രഹസ്യങ്ങൾ സൂക്ഷിക്കണം, കുമ്പസാര രഹസ്യങ്ങൾ പോലെ, ഇല്ലേ? ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. അപ്പൊ ഫാദർ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹലോ. അയ്യോ, ആരാ? പോലീസിനെ വിളിക്കുകയായിരിക്കും അല്ലേ? ഒരു പാതിരിക്ക് ചേർന്ന പണിയാണോ? നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഫാദർ, എന്റെ കുമ്പസാര രഹസ്യം ഒളിച്ചു വയ്ക്കണമെന്ന്. ഞാൻ നിങ്ങളെ വിശ്വസിച്ചതല്ലേ, എന്നിട്ടും നിങ്ങൾ എന്നെ ചതിച്ചു അല്ലേ? അല്ലേ അച്ഛാ? ഞാൻ നിങ്ങളെ അച്ഛാന്ന് വിളിച്ചതല്ലേ? നിങ്ങൾ എന്റെ അമ്മയെ കൊന്നു, എന്നെ നശിപ്പിച്ചു, എന്നിട്ടിപ്പോ എന്നെ ഒറ്റ കൊടുക്കുന്നു അല്ലേ? നിങ്ങളെല്ലാം ഒരുപോലെയാണ്, നിങ്ങളെല്ലാം ഒന്നാണ്, ഒന്ന്. പാതിരിയുടെ വേഷമിട്ടിരിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും. പ്രിയ ശ്രോതാക്കളെ, സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഏതൊരു അക്രമവും അപലപിക്കപ്പെടണം. പക്ഷേ ചോരയ്ക്ക് പകരം ചോര എന്ന് ശഠിക്കാനുമാവില്ല. ഈ നാടകം ഒരു ഒറ്റപ്പെട്ട സംഭവത്തിന്റെ പ്രതീകമാവാം. എങ്കിലും സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ജാഗ്രത സമൂഹം പുലർത്തിയേ തീരൂ. വീടിനുള്ളിലും പുറത്തും സ്ത്രീ എപ്പോഴും സുരക്ഷിതയായിരിക്കണം. ഓർക്കുക, അവൾ കളങ്കമല്ല, നിധിയാണ്. പാതിരിയുടെ വേഷം നാടകം സമാപിക്കുന്നു. രചന അരുൺ നായർ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയത് ഡോക്ടർ GS മഹേഷ് കുമാർ, പേഷ്യന്റ് നിതുന നെവിൽ. സംവിധാന സഹായം VN ദീപ, ബിജു കല്ലുവാതിക്കൽ, N സുനിത.